വെറും 2 ലക്ഷം റുപ്യക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം കൊണ്ടുപോകാം. നമുക്ക് ₹2 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി ഇറക്കാലല്ലേ? നല്ല പ്രൊഫൈലാണ്, ഫുൾ ലോണും IT കാര്യങ്ങളൊക്കെ അടക്കുന്ന കസ്റ്റമർ ആണ് വിചാരിച്ചെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. നമുക്കൊരു 6 ലക്ഷം റുപ്യയില് NOC കൊടുക്കാം. 6 ലക്ഷം റുപ്യക്ക് 6,50,000 റുപ്യക്ക് NOC നമുക്ക് അതും OD-A4 ഓട്ടോമാറ്റിക് കൊടുക്കാല്ലേ? അതെ അതെ. ഇത് നമുക്ക് 2,60,60,000 റുപ്യക്ക് ഫയലിൽ കൊടുക്കാം. അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി 2,60,000 ചോദിക്കുന്നത് ഫുൾ ലോണിൽ കൊടുക്കുന്ന മുടക്കുന്നത് 2,20,000 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 1 MB വണ്ടിക്ക് 2,20,000 റുപ്യ ലോണും കയറും. ഒരു 40,000 റുപ്യ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് 40,000 റുപ്യക്ക് ബൊലേറോ കൊണ്ടുപോകാം. കൊണ്ടുപോവാം. പിന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോണിലും ബൊലേറോ എടുക്കാം. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഇത് ഫുൾ ലോൺ കയറുമോ? ഇതുമ്പോ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓട്ടോമാറ്റിക് വാഗണർ നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കും ചെയ്യാറല്ലേ? പൈസ ഇല്ലെങ്കിലും വണ്ടിയില്ല, വണ്ടി നമ്മൾ കൊടുക്കും. തീർച്ചയായും നമുക്ക് 1.5 ലക്ഷം റുപ്യക്ക് ഫയലിൽ വണ്ടി കൊടുക്കാം. ആ 1.5 വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 1.5 ലക്ഷം റുപ്യക്ക് ഇയോൺ കൊടുക്കാം. 1.5 ലക്ഷം ലോണും കയറും. ഫുൾ ലോൺ വണ്ടിയില്ലേ? അപ്പൊ നമ്മളങ്ങനെ വീണ്ടും അരിപ്പുള്ള ദോസ് യൂസർക്കാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട്. നമ്മള് കഴിഞ്ഞൊരു വീഡിയോ എത്തിക്കുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ട് വീണ്ടും എത്തിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് ഒരു 16-17 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ്. മാക്സിമം ഫുൾ ഓൺ 7 സീറ്റ് വണ്ടികളൊക്കെ ഫുൾ ഓണില്, എക്സ്ക്രോസുകൾ ഫുൾ ഓണില്, ബൊലേറകൾ ഫുൾ ഓണില്. 1.5 ലക്ഷം റുപ്യക്ക് ഇന്നോവൊക്കെ മാക്സിമം ഇറക്കാൻ പറ്റും. ഇന്നോവ ക്രിസ്റ്റലൊക്കെ 2 ലക്ഷം 2.25 ലക്ഷം റുപ്യക്ക് വണ്ടികൾ ഇറക്കാൻ പറ്റും. നമ്മളെ കോളില് ലോൺ നമ്മളെ വീട്ടിലേക്ക് സുഖല്ലേ? അടിപൊളി. മാക്സിമം ലോണാണല്ലോ. മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാല്ലേ? 7 സീറ്റ് വണ്ടികളൊക്കെ ഫുൾ ഓണില്, ബൊലേറോ ഫുൾ ഓണില്. കാര്യങ്ങളും ഓക്കെ വിചാരിച്ചാൽ നമുക്ക് എന്തായാലും നമുക്ക് ലോണ് ഒരു 100% തന്നെ ചെയ്യും. മാക്സിമം ഇവിടെയുള്ള വണ്ടികളൊക്കെ ചെയ്ത് കൊടുക്കാം. അതുപോലെ അടിപൊളി ഓട്ടോമാറ്റിക് 2 വീലർ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ഉണ്ടല്ലോ. ചെറിയ പൈസയിൽ ഇറക്കാം നമുക്ക്. ഇത് NOC-ലാണ് ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ. അതേപോലെ ഓടികളുണ്ട്. 6 സംതിങ്ങിന് ഓടികളുണ്ട്. പോളകൾ 25,000 റുപ്യക്ക്. അതേപോലെ 50,000 റുപ്യക്ക് നമുക്ക് എക്സ്യൂകൾ ഇറക്കാൻ പറ്റും. ഡസ്റ്ററുകൾ 50 റുപ്യക്ക്. അതേപോലെ ബ്രഷുകൾ 50,000 റുപ്യക്ക്. ഇനി അതല്ല, ഇയോണുകൾ ഫുൾ ഓൺ വേണം, അങ്ങനെ ഇനിയിപ്പോ I20 ഫുൾ ഓൺ അങ്ങനെ എല്ലാം കൊടുക്കാമല്ലോ. മേജർ ആക്സിഡന്റ് ഫ്ലഡ് അത് നമ്മൾ 100% ഗ്യാരണ്ടി ആണല്ലോ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഒപ്പിട്ട് കൊടുക്കും. അതുപോലെ കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയതിനു ശേഷം വണ്ടി എടുത്താൽ മതി. ഒരുവിധം കമ്പനികളൊക്കെ നമ്മളെ ഷോറൂമിന്റെ അടുത്ത് 4 കിലോമീറ്റർ 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒരുവിധം എല്ലാ വണ്ടിയുടെ ഷോറൂമാണ്. കസ്റ്റമർക്ക് വന്ന് നോക്കിയിട്ട് കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ വർക്ക്ഷോപ്പിലോ കാര്യങ്ങളോ പോയി ചെക്ക് ചെയ്ത് 100% ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അത് നമ്മൾ ഗ്യാരണ്ടി വരണ്ടേ. പിന്നെ അതല്ല, നിങ്ങൾ വരുമ്പോൾ ഒരു മെക്കാനിക്സിനെ കൊണ്ട് വന്നോളി, ചെക്ക് ചെയ്തോളി, എടുത്തോളി. 7 സീറ്റ് എല്ലാ വണ്ടികളും ഫുൾ ഓൺ കൊടുക്കും. ഒക്കെ വീഡിയോ കണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കും. നമ്മൾ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട. നേരെ വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ടിലുള്ള അടിപൊളി ഇന്നോവ ക്രിസ്റ്റല്. നല്ല വെറൈറ്റി കളറാണ്. വെറും 2 ലക്ഷം റുപ്യക്ക് ഓട്ടോമാറ്റിക് ക്രിസ്റ്റൽ കൊണ്ടുപോകാം. നമുക്ക് ₹2 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാല്ലേ? നല്ല പ്രൊഫൈലാണ്, ഫുൾ ലോണും IT കാര്യങ്ങളൊക്കെ അടക്കുന്ന കസ്റ്റമർ ആണ് വിചാരിച്ചെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. എങ്ങനെ മോഡൽ കയറ്റുന്നാല്? മോഡല് 2019 മോഡല് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1,14,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ സർവീസ് ആണ്. അതെ അതെ. ബാക്കില് തട്ടാക്കള നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്താണല്ലേ? എങ്ങനെ വില വരണ്ട ഇതിന് നമ്മള് 21 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താണ്ട് നമുക്ക് വണ്ടി ചെയ്ത് കൊടുക്കാം. അത് ഓട്ടോമാറ്റിക് ആണ്. 8 അടിപൊളിയായിട്ട് പോകാല്ലേ? സുഖമായിട്ട് പോവാം. ഇത് ഓപ്ഷൻ വരുന്നുണ്ട്. ഓപ്ഷൻ G4 ആണ്. G4 ആണ് വരുന്നത് അല്ലേ? വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഫുൾ ഗ്യാരണ്ടി ആണല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും 2 ലക്ഷം മുടക്കിയാൽ മതി. അതെ, ഒരു 2 ലക്ഷം റുപ്യയില് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും. 2 ലക്ഷം റുപ്യ നമുക്ക് ഇന്നോവ ക്രിസ്റ്റ കൊടുക്കാം. നല്ല പ്രൊഫൈൽ IT കിടക്കുന്നവർക്കാണ് ഫുൾ ഓൺ കൊടുക്കാം. അതെ. ഇതിപ്പോ ഡീസൽ മാത്രം മൈലേജ് കിട്ടും. ഡീസൽ ആകുമ്പോ ഒരു 11 കിലോമീറ്റർ 12 ആ റേഞ്ചില്. അല്ലേ? ഒരു ഇന്നോവന്റെ മൈലേജ് നമുക്ക് ഇതിന് പറയാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടി തന്നെയാണല്ലേ? ഉഷാറായിട്ട് പോകാം, നല്ല ദമ്മില് പോകാം. അടുത്ത വണ്ടി നല്ല അടിപൊളി പ്രസ് അല്ല, വൈറ്റ് കളറ്. എങ്ങനെ മോഡൽ കയറ്റുന്നാല്? ഇത് 2019 മോഡല്. നിലവിൽ സിംഗിൾ ഓണർ ആണ്. 80,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഫുൾ കട്ട് ടയറൊക്കെ ഉണ്ടല്ലോ. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം 100% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസുകളൊന്നും ഒന്നുമില്ല. ആ പരിപാടികളൊന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? നമ്മള് 8,60,000 റുപ്യാണ് ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടി കൊടുക്കാം. മാക്സിമം കുറച്ചുകൂടെ കൊടുക്കാം. തീർച്ചയായിട്ടും. ഇതുമാ ലോണൊക്കെ എത്ര കയറുന്നാല്? ലോൺ നമുക്ക് ഒരു ₹8 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. അതെ. വെറും 60,000 റുപ്യക്ക് പ്രസ് ഇറക്കാം. ഒരു 60,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി. XUV പ്രസ്, അതും മാനുവൽ ഇറക്കാം. നല്ല വൃത്തിയുള്ള കമ്പനി ഹിസ്റ്ററുള്ള വണ്ടിയില്ല. അതെ. ഇതിപ്പോ ഡീസൽ മാത്രം മൈലേജ് കിട്ടും. ഡീസൽ ആകുമ്പോൾ ഒരു 18-19 റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും. മാക്സിമം ലോൺ അല്ല, അടിപൊളി ടെസ്റ്ററാണല്ലോ. അതെ. അത് 3 നമ്പറുള്ള വണ്ടിയില്ലേ? 180 നമ്പർ വരുന്നുണ്ട്. എങ്ങനെ മോഡൽ വരുന്നുണ്ട്? 2017 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 17 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്.
ആണ്. അതെ അതെ. ഇത് ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ഏറ്റവും ഫുൾ ലോഡ് RX ആണ് വരുന്നത്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 72,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ. എത്ര വണ്ടികളാണ് ചോദിക്കണത്? ഇത് നമ്മൾ 690 ചോദിക്കണേ. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. 690 എന്തായാലും കുറച്ച് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ ലോൺ ഏകദേശം ഒരു 50,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 50,000? അതെ. വെറും 50,000 അടിപൊളി XUV ടെസ്റ്റർ കൊണ്ടുപോകാം. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസലിന് മൈലേജ് എന്തായാലും ഒരു 17-18 റേഞ്ചിൽ എന്തായാലും മൈലേജ് കിട്ടുമല്ലോ അല്ലേ? ധൈര്യമായിട്ട് പറയാലോ അല്ലേ? ഓക്കെ. അത് 3 നമ്പർ KL22 K180 നമ്പർ ആയിട്ട് അല്ലേ? ഞാനും അടുത്ത വണ്ടി അല്ല അടിപൊളി ബലേനാണല്ലോ. ബലേന 2015 മോഡൽ 16 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. 15-16 രജിസ്ട്രേഷൻ വണ്ടി. അതെ. ഓപ്ഷൻ ആയിരുന്നു? ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷന്റെ താഴെയുള്ളതാണ് അല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ നിലവില് 98,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കഴിഞ്ഞിട്ടില്ലല്ലേ? സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. കറക്റ്റ് പ്രോപ്പർ വണ്ടിയാണ്. അതെ അതെ. ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണെന്നാല്? ഇത് ചോദിക്കുന്ന റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 5,70,000 രൂപയാണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തി കൊടുക്കും ചെയ്യാം. ഡീസലാണ് ഫ്യൂൽ വരുന്നത്. 5.75 5.70 ചോദിക്കണേൽ എന്തായാലും കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറും നമുക്ക്? ലോൺ ഏകദേശം നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 10-30 റുപ്യ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ആവറേജ് കസ്റ്റമർ 30 റുപ്യ ഡൗൺ പേയ്മെന്റ്. സാധാരണക്കാർക്ക് 30,000 ബലേനർക്കാം, അല്ലെങ്കിൽ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ കൊടുക്കുക. അതെ അതെ. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ എന്തായാലും 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറയാം. അതെ. അതേപോലെ നല്ല അടിപൊളി കിഡാണല്ലോ. കിഡ് 2016 മോഡല് സെക്കൻഡ് ഓണറിലാണ് നിലവിലുള്ളത്. 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ ഓടി. കറക്റ്റ് സ്റ്റെറിലെ വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 2.40 ചോദിക്കണേ. നമുക്ക് ഫുൾ ലോണില് ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ളാണ്? ഓ, ചെറുവണ്ടി ഇത് ഫുള്ളാണല്ലേ? 2.40 ഫുൾ ലോൺ കൊടുക്കാം. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല? ഒന്നുമില്ല. ഇത് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാല്ലേ? ഇതിപ്പോ ലോണൊക്കെ ലോൺ ഫുൾ ലോണാണ്. മൈലേജ് എത്ര കിട്ടുന്നില്ലേ പെട്രോൾ ആകുമ്പോ? പെട്രോൾ ആകുമ്പോ ഒരു 17-18 കിലോമീറ്റർ എന്തായാലും മൈലേജ് ഉണ്ടാവും. എന്തായാലും 18 ലെവലിൽ അൾട്ടോറിന്റെ മൈലേജ് എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? അതേപോലെ ഡാക്സിന്റെ റെഡിഗോ എങ്ങനെ മോഡലൊക്കെ വരുന്നതാല്? അത് 2016 മോഡല് 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 16 35,000? അതെ. ആ ഓടിയിട്ടുള്ളൂ. അപ്പൊ കറക്റ്റ് സ്റ്റെറിലാണ് വണ്ടിയാണ്. ഫുൾ കട്ട് ടയറൊക്കെ ഉണ്ടല്ലോ? ടയറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഒക്കെ മാറി ഫ്രഷ് ഇട്ടാണ്. അതെ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? AC ഫാസ്റ്റ് 2 ഡോർ വിൻഡോ ഒക്കെ വരുന്ന? അതെ അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് ഫയലില് കസ്റ്റമറിന് 2 ലക്ഷം റുപ്യക്ക് ഫയലില് കൊടുക്കാം. നമുക്ക് 100% ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ആണല്ലേ? അതെ. വെറും ലോ കിലോമീറ്റർ 30,000 ഓടിയ ഡാക്സിന്റെ റെഡിഗോ ആണ്. അതും ഫുൾ ലോൺ ഓർമ്മ മുടക്കാതല്ലേ? അതെ അതെ. ഇത് പെട്രോൾ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും 18 കിലോമീറ്റർ എന്തായാലും മൈലേജ് ഉണ്ടാവും. മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ? എന്താ വേറെ പണി കാര്യങ്ങള് റീപ്ലേസ് ഫുള്ള് ഷോറൂം മിസ്റ്ററിലുള്ള വണ്ടിയില്ലേ? അടുത്ത അടിപൊളി ഫോർഡ് ഫിഗോ അല്ലേ? അതെ. എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2011 മോഡലാണ്. 1,20,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് അതിന്റെ മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. ബോണ്ടോ കാര്യങ്ങളൊന്നുമില്ല, മാറിയിട്ടൊന്നും ചില. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1.20 ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് കസ്റ്റമർ വരുന്നതിനനുസരിച്ച് ചെയ്തു മാക്സിമം ചെയ്ത് കൊടുക്കാല്ലേ? ഇതിപ്പോ ലോൺ കയറുന്നാല്? ലോൺ കയറൂല. ഇല്ല. റെഡി കായ്ക്ക് 1,20,000 രൂപയ്ക്ക് മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കും. മാറ്റങ്ങൾ ചെയ്ത് വേറെ കൊടുക്കാല്ലേ? ഡീസൽ അല്ലേ? ഡീസലാണ് ഫ്യൂല്. എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 24 കിലോമീറ്റർ ഒക്കെ എന്തായാലും കിട്ടും. ഡീസൽ എന്തായാലും മൈലേജ് കിട്ടും. അതേപോലെ അടിപൊളി അൾട്ടോ ഉള്ള ചെറിയ കായ്ക്ക് അൾട്ടോ അല്ലേ? അൾട്ടോ എങ്ങനെ മോഡൽ കയറുന്നത്? 2010 മോഡലാണ്. ഇപ്പൊ നിലവില് 4ാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ള. LXI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 1.10 ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും ചെയ്യാം. ഇതിപ്പോ ലോൺ കയറുന്നാല്? ഇതിപ്പോ ലോൺ കയറൂല. 1,10,000 ഈ അൾട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചിലാണ് കൊടുക്കാം. റെഡി കായ്ക്ക് വണ്ടി എടുക്കാല്ലേ? വേറെ പണി മേജർ പരിപാടി ഒന്നുമില്ല. ഫുൾ പക്ക വണ്ടിയില്ലേ? പിന്നെ അടിപൊളി അൾട്ടോണ്ണൂറ് ആണല്ലേ? അൾട്ടോണ്ണൂറ് 2015 മോഡല് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. LXI ആണ് വരുന്നത്. LXI ആണ് വരുന്നത്. 1 ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. ഇത് ബോൾട്ടും മെയിൻ ഗ്ലാസ് ഒക്കെ മാറിയ വണ്ടിയാണ്. പ്രൈസിന്
അതിനുള്ള മാറ്റങ്ങളും ഉണ്ട്. വില കുറച്ചും കൊടുക്കാം. അതെ. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമുക്ക് ചോദിക്കണ 1,80,000 റുപ്യാണ്. 1,80,000. അതെ. അതെന്തായാലും കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. ലോൺ കയറപ്പോ ഈ വണ്ടിമോ? ലോൺ ഏകദേശം നമുക്ക് 2,20,000 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 1,80,000 വണ്ടിക്ക് 2,20,000 രൂപ ലോണും കയറും. ഒരു 40,000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കൊടുക്കും ചെയ്യാം. 18-20 ലെവലിൽ മൈലേജ് എന്തായാലും ഉണ്ടാവും. വേറെ മേജർ പരിപാടി ഒന്നുമില്ല. ഇസ്റ്ററിൽ വണ്ടിയാണ്. കമ്പനി ഇസ്റ്ററിലാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു അൾട്ടോണൂർ ആണല്ലോ. അൾട്ടോണൂർ 2013 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. സർവീസ് ഉള്ള വണ്ടി കേട്ടോ. കറക്റ്റ് പ്രോപ്പർ ഇസ്റ്ററിലുള്ള വണ്ടിയാണ്. അതെ അതെ. നല്ല വൃത്തിയുള്ള അടിപൊളി വണ്ടി അല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1,40 ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനൽ ഒരു 1,80,000 നമുക്ക് വണ്ടി കൊടുക്കാം. 1,80,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഫൈനലായിട്ട് കൊടുക്കാം. ഫൈനലാണ്. അതിലും കുറയില്ല. കുറയണ്ടാവില്ലല്ലേ? സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം കൊണ്ടല്ല വൃത്തിയുള്ള വണ്ടിയില്ലേ? AC ഫാസ്റ്റ് ചാർജിങ്, 2 ഡോർ വിൻഡോ ഉണ്ട്. വേറെ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമല്ലോ. പിന്നെ ബോണ്ട് മാറിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും മെയിൻ ക്ലാസ്സോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും മാറിയിട്ടില്ല. കമ്പനി ഇസ്റ്റർ ഉണ്ടാവുമ്പോൾ ചെക്ക് ചെയ്ത് അറിയാൻ കഴിയുമല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ. എത്ര മൈലേജ് ഇട്ടത്? മൈലേജ് എന്തായാലും 18-19 കിലോമീറ്റർ മൈലേജും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ഹലോ, അടുത്ത വണ്ടി നല്ല അടിപൊളി ലക്ഷറി ആണല്ലോ. Audi A4 അല്ലേ? Audi A4 എങ്ങനെ മോഡലൊക്കെ വരുന്നത്? ഇത് 2009 മോഡലാണ്. 9 മോഡലാണ്. 70,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ആ കൊടിക്കുന്ന എത്ര ഉള്ളൂ? 70,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി ഇസ്റ്ററുള്ള വണ്ടിയാണ്. അതെ. ഓണർഷിപ്പ് എത്രയുള്ളൂ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് കാര്യങ്ങളോ? ഒന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോ അങ്ങനെ NOC അടക്കണ്ടേ? ഇത് NOC-ലാണ്. നമ്മളെ പേരിൽ NOC കിടക്കാണ്. ഓക്കെ. നമുക്കൊരു 6 ലക്ഷം റുപ്യയില് NOC കൊടുക്കാം. 6 ലക്ഷം റുപ്യക്ക് 6,50,000 റുപ്യക്ക് NOC നമുക്ക് അതും Audi A4 ഓട്ടോമാറ്റിക് കൊടുക്കാമല്ലോ? ഫുൾ പക്ക ക്ലിയർ വണ്ടിയാണ്. വേറെ മേജർ റീപ്ലേസ് ഒന്നുമില്ല. ഒക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും ചെയ്യാലോ? പിന്നെന്താ? 6,50,000 6,50,000 റുപ്യക്ക് NOC നമ്മള് പറയണ്ടേ. ഇനിയിപ്പോ മാറുമ്പോ ഒരു 1-2 റുപ്യനുള്ളിലേ വരുള്ളൂ. ഡീസൽ അല്ലേ? അതെ, ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? എന്തായാലും 17 കിലോമീറ്റർ ഒക്കെ മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും. ഹലോ, ഫുള്ളോളല്ല അടിപൊളി കോഫി കളർ വാഗണർ അല്ലേ? അതെ. ഉറപ്പ് മുടക്കാതെ വാഗണറെ കൊണ്ടുപോകാം. എങ്ങനെ മോഡലൊക്കെ ഉണ്ടെന്നാല്? ഇത് 2014 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 98,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കറക്റ്റ് ഓട്ടേക്കാരം. അതെ. LXI ആണ് ഓപ്ഷൻ വരുന്നത്. LXI ആണല്ലേ? ഓക്കെ. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ബോണ്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. ഒബ്രോണോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയിലുണ്ടല്ലേ? അതെ. കമ്പനി ഇസ്റ്ററിലെ വണ്ടിയാണ്. ഉള്ള വണ്ടിയാണ് അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല്? ഇത് നമുക്ക് 2,60,000 റുപ്യക്ക് ഫയലിൽ കൊടുക്കാം. അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി 2,60,000 ചോദിക്കേണ്ടത്. ഫുൾ ഓൾ കൊടുക്കുന്ന ചെയ്യുമ്പോൾ മുടക്കണ്ട. ഇത് പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ആകുമ്പോൾ ഒരു 16-17 ആ ലെവലിൽ എന്തായാലും മൈലേജും കിട്ടും. അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ? ഫുൾ പക്ക ക്ലിയർ വണ്ടി. മാക്സിമം ലോണല്ല. അടിപൊളി സ്വിഫ്റ്റുകളില്ലേ? അതെ. എങ്ങനെ മോഡലൊക്കെ വരണ്ടേ? ഇത് 2014 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1,40 ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടി കേട്ടോ. കറക്റ്റ് കമ്പനി ഇസ്റ്ററുള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് ഓപ്ഷൻ ആയിരുന്നേ? ഓപ്ഷൻ VDI ആണ്. അലവില് കർഷ ചെയ്ത വണ്ടിയില്ലേ? അലവില് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ചെയ്തല്ല അടിപൊളിയൊക്കെ മണിമുത്ത് വണ്ടി. അതെ. വേറെ റീപ്ലേസുകളുടെ റീപ്ലേസ് ഇതിന്റെ ബോണ്ട് റീപ്ലേസ്ഡ് ആണ്. ഓക്കെ. വേറെ മേജർ ആയിട്ട് കാര്യങ്ങളോ അങ്ങനത്തെ വിഷയങ്ങളോ ചേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാം. കമ്പനി ഇസ്റ്ററുള്ള വണ്ടിയില്ലേ? അതെ. സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം കൊണ്ട് വൃത്തിയുള്ള വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മള് ചോദിക്കുന്നത് 4,10,000 റുപ്യാണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. 4,10,000 എന്തായാലും കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 3,60 വരെയൊക്കെ ലോൺ ചെയ്തു കൊടുക്കാം. മാക്സിമം കയറും. ഒരു 50,000 മുടക്കാണ്ടെങ്കിൽ അല്ല അടിപൊളി സ്വിഫ്റ്റ് കമ്പനി ഇസ്റ്ററുള്ള വണ്ടികൾ കൊണ്ടാകാം. ഇത് ഡീസൽ ആകുമ്പോൾ മൈലേജ് കിട്ടും? ഡീസൽ ആകുമ്പോൾ എന്തായാലും 20-22 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ചെറിയ മുടക്കിൽ ഇയോണില്ലേ? അതെ. എങ്ങനെ മോഡലൊക്കെ ഉണ്ട്? 2017 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. 17 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ. ഓപ്ഷൻ ആരുണ്ട്? ഓപ്ഷൻ ഇത് വരുന്നത് മാഗ്ന പ്ലസ് ആണ്. മാഗ്ന പ്ലസ് ഓപ്ഷൻ വരുന്നില്ല. അതെ. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 78,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടില്ലേ? ഓടിയിട്ടുണ്ടല്ലേ? ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. കമ്പനി ഇസ്റ്ററുള്ള വണ്ടിയാണ്. ഉള്ള വണ്ടിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്റുകാർ ഇന്ത്യയിലൊക്കെ ഉഷാറാണല്ലേ? അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മള് ചോദിക്കുന്ന പ്രൈസ് 2,30,000 റുപ്യാണ്. അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. ചെറുവണ്ടിയില്ലേ? വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ എന്തായാലും ഒരു 17-18 കിലോമീറ്റർ മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലേ? അടുത്തോണ്ട് നല്ല ചെറിയ അടിപൊളി I-20. അതെ. എങ്ങനെ മോഡലായിരുന്നു? 2012 മോഡലാണ്.
ഇത് ഓപ്ഷൻ വരുന്നതല്ലേ? ഓപ്ഷൻ മാഗ്നയാണ്. മാഗ്നാണ് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 1.25 ഓടിയിട്ടുണ്ട്. കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഓരോ 10-10 കമ്പനി കയറിയിട്ടില്ലെങ്കിലും സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സർവീസ് ഉള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഇതുമ്പോ റീപ്ലേസ് ഒന്നുമില്ല. ആ പരിപാടി ഇല്ലാതെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണതാല്? ഇത് നമ്മള് ചോദിക്കുന്നത് 2,70,000 റുപ്യാണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കും ചെയ്യാം. 2,70,000 എന്തായാലും കുറച്ച് കൊടുക്കാം. ഇതുമ്പോ ലോണൊക്കെ കയറൂലേ? ലോൺ ഏകദേശം നമുക്കൊരു 2 ലക്ഷം റുപ്യ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. എത്ര വയ്ക്കണ്ടേ? നമ്മള് 2,70,000 ചോദിക്കണേ. 2 റുപ്യ വരെ നമുക്ക് ലോൺ ചെയ്ത് ലോൺ ചെയ്യാം. ഒരു 10,000 എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 10,000 റുപ്യ ഇറക്കാൻ നേരത്തെ പറഞ്ഞാല് നല്ല പ്രൊഫൈലാണ്. മാക്സിമം ലോൺ കയറും. ഡീസൽ മാത്രം മൈലേജ് കിട്ടും. മൈലേജ് ഒരു 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറയാം. ഞാനോ ചെറിയ മുടക്കിലല്ല അടിപൊളി വാഗണർ അല്ലേ? വീണ്ടും വാഗണർ. അത് ചെറിയ മുടക്കം വേണ്ടത് നമുക്ക് ഫുള്ളോട് ചെയ്ത്. ഇത് ഫുള്ളാണോ? ഓ, എങ്ങനെ മോഡൽ ആയിരുന്നാല്? ഇത് 2014 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 14 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫുൾ കട്ട് ടയർ കണ്ടല്ലോ. ടയർ കാര്യങ്ങളൊക്കെ 100% തന്നെ വേണമെങ്കിൽ പറയാം. ബാക്ക് ടയർ ഒരു 50%. ഓക്കെ. റീപ്ലേസ് റീപ്ലേസ് ഉണ്ട്. അതിന്റെ മെയിൻ ഗ്ലാസും മോണ്ടും മാറിയതാണ്. പക്ഷെ മേജർ അല്ല, ചെറിയൊരു തട്ടിട്ട് മാറിയാണ്. പിന്നെ എത്ര വണ്ടിക്കാണ് ചോദിക്കണോ? കാര്യങ്ങളോ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? സീറ്റിയർ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ? അതെ. കമ്പനി ഇസ്റ്ററിന്റെ ഇസ്റ്ററുള്ള വണ്ടിയാണ് അല്ലേ? എത്ര വണ്ടിക്കാണ് ചോദിക്കണതാല്? ഇത് നമ്മള് ചോദിക്കുന്നത് 2,60,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 2,60,000 കൊടുക്കാം. മാക്സിമം ഫുൾ ലോൺ ആണല്ലേ? എന്തായാലും നമുക്ക് 100% ലോൺ ചെയ്ത് കൊടുക്കാം. പണം മുടക്കാതെ നമുക്ക് അടിപൊളി വാഗണർ കൊണ്ടാക്കാം. VXI അല്ലേ? ഇത് LXI ആണ്. LXI ഉണ്ടല്ലേ? എത്ര മൈലേജിന് പെട്രോൾ ആകുമ്പോ? പെട്രോൾ ആകുമ്പോ എന്തായാലും ഒരു 15-16 ആ റേഞ്ചില് എന്തായാലും മൈലേജ് കൊണ്ട് മര്യാദ പറഞ്ഞു കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഞാനും അടുത്തോണ്ട് നല്ല അടിപൊളി ഫോർച്യൂണർ ആണല്ലോ. അതെ. അത് ഓട്ടോമാറ്റിക് 2013 മോഡല് സിംഗിൾ ഓണർ വണ്ടി. 1.25 നിലവിലെ ഓട്ടം ഓടിക്കുന്നുണ്ട്. അതെ. ഇസ്റ്ററുള്ള വണ്ടിയാ? കറക്റ്റ് ഇസ്റ്ററുള്ള വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 90% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസുകളുടെ ഇതിന്റെ മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 വീല് ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ. ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ 11 റുപ്യാണ് ചോദിക്കണേ. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കസ്റ്റമർ വരുന്നതിനനുസരിച്ച്. മാക്സിമം ചെയ്ത് കൊടുക്കാമല്ലോ? തീർച്ചയായിട്ടും. ഇതുമ്പോ ലോൺ പരിപാടി നടക്കും? ലോണ് നിലവിൽ കയറൂല. അത് നമ്മള് അവരുടെ പേർക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം വേണമെന്നില്ല നമുക്ക് ചെയ്ത് കൊടുക്കാം. NOC ലോൺ കയറൂല. കേരള നമ്പർ ആക്കിയതിന് ശേഷം നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും. ഓരോ പ്രൊഫൈല് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം അത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും. ഇനിയിപ്പോ അവർ വന്നാൽ മതിയല്ലേ? നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കൂലേ? പിന്നെന്താ. ഓക്കെ. എന്തായാലും ഒരു 2 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം വണ്ടി. കേരള നമ്പർ 1 ലക്ഷം റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. നിലവിൽ കഴിയില്ല, കാരണം NOCയിലാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ കേരള നമ്പർ ആക്കിയതിനു ശേഷം നമുക്ക് ചെയ്തു മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതിപ്പോ ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും ഒരു 10 കിലോമീറ്റർ 9-10 ആ റേഞ്ചിലാണ്. എന്തായാലും ഡീസൽ ഓട്ടോമാറ്റിക്കിന് മൈലേജ് കിട്ടും. അടുത്ത വണ്ടിയുള്ള അടിപൊളി ബൊലേറോ. ബൊലേറോ 2013 മോഡല് 14 രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. 13-14 രജിസ്ട്രേഷനുള്ള അടിപൊളി ബൊലേറോ അല്ലേ? അതെ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. SLE ആണ് ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ അല്ലേ? വേറെ റീപ്ലേസുകളൊന്നും ചെയ്യല്ലോ? റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ബോണ്ടോ ഡോറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്? നമ്മള് 3,75,000 റുപ്യാണ് ചോദിക്കണേ. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. കുറച്ചിട്ടാണ് കൊടുക്കും. ലോൺ കയറുമ്പോ ലോൺ ഏകദേശം ഒരു 3.5 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 3.25 3 ലക്ഷം വരെ ലോൺ കയറും. 25,000 റുപ്യ ബൊലേറോ കൊണ്ടുപോകാം. പിന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോണിലും ബൊലേറോ എടുക്കാം. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ എന്തായാലും ഒരു 13-14 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. എന്തായാലും മൈലേജ് കിട്ടും. നേരിട്ട് പറയാം. ഓക്കെ. നല്ല അടിപൊളി 2 ഇന്നോവ ഉണ്ടല്ലോ. ഇത് സോൾഡ് ഔട്ട് ആണ്. 2011 മോഡല് ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള 11 മോഡലാണ്. അതെ അതെ. ഓക്കെ. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഇത് കിലോമീറ്റർ 1.80 നിലവിൽ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. നിലവിലല്ലേ? ഫുൾ കട്ട് ടയർ ഉണ്ടല്ലോ ബാക്കൊക്കെ? 4 ടയറും പുതിയ ടയറാണ്. കരിമ്പുത്തൻ ടയർ ഇട്ടാണല്ലേ? V ആണ് ഓപ്ഷൻ വരുന്നത്. V ആണ് വണ്ടി. ഓക്കെ. ഫുൾ ഓപ്ഷൻ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? നമ്മള് 6,70,000 റുപ്യാണ് ചോദിക്കണേ. ഒറിജിനൽ കേരള വണ്ടി 11 മോഡലല്ലേ? അതെ. എന്തായാലും കുറച്ച് കൊടുക്കും. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ലോൺ കയറൂലേ? ഇതുപോലെ ലോൺ ഏകദേശം ഒരു 5 ലക്ഷം റുപ്യ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ഒരു 1.5 ലക്ഷം റുപ്യക്ക് നമുക്ക് അടിപൊളി ഇന്നോവ നല്ല ഫുൾ കട്ട് ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ കൊടുക്കാമല്ലേ? തീർച്ചയായിട്ടും. ഡീസലിന് എത്ര മൈലേജ് കിട്ടും? ഡീസലിൽ എന്തായാലും ഒരു 10-11 കിലോമീറ്റർ മൈലേജ് എന്തായാലും ഡീസലിന് മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാമല്ലേ? അതെ അതെ. ഓക്കെ. അതേപോലെ നല്ല അടിപൊളി വാഗണറുകൾ ഉണ്ടല്ലോ. വാഗണർ 2018 മോഡല്
സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ്. അതെ, VXI ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. ടയർ കാര്യങ്ങളൊക്കെ ഒരു 50% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? നമ്മള് 460 ആണ് ചോദിക്കുന്നത്. ഇനി ഇത് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് വേറെ ചെയ്ത് കൊടുക്കാം അല്ലേ? ഇത് ഫുൾ ഓൺ കയറുമോ? ഇതുമ്പോ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓട്ടോമാറ്റിക് വാഗണർ നമുക്ക് ഫുൾ ഓൺ കൊടുക്കും ചെയ്യാറല്ലേ? പൈസ ഇല്ലെങ്കിലും വണ്ടിയില്ല, വണ്ടി നമ്മൾ കൊടുക്കും. തീർച്ചയായിട്ടും. നല്ല പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ? അതെ അതെ. പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും ഒരു 15, 14, 15 ആ ലെവലിൽ മൈലേജും കിട്ടും. ഓക്കെ. അതേപോലെ നല്ല അടിപൊളി A-Star ഉണ്ടല്ലോ. A-Star എങ്ങനെ മോഡലായിരുന്നു ഇത്? 2011 മോഡല്. VXI ആണ് ഓപ്ഷൻ വരുന്നത്. VXI ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാക്കണോ? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ള അല്ലേ? റീപ്ലേസ് ഉണ്ടല്ലേ? നമ്മൾ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ അതെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മള് 2.5 ലക്ഷം റുപ്യാണ് ചോദിക്കണേ. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറിപ്പോ? ലോൺ ഏകദേശം ഇതുമ്പോ ഒരു 2 ലക്ഷം റുപ്യ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 2 ലക്ഷം വരെ മാക്സിമം ലോൺ കയറും. അതെ അതെ. ഒരു 50,000 മുടക്കിൽ ഇറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇറക്കാല്ലേ? അടുത്ത വണ്ടി അല്ല അടിപൊളി നാനല്ലേ? നാനോ 2016 മോഡല് ടിസ്റ്റ് ആണ്. 16 മോഡൽ ടിസ്റ്റ് ആണ്. അപ്പൊ ഡിക്കി ഓപ്പൺ ആവേണ്ട ഐറ്റം ആണ്. അതെ അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വെറും 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ കാര്യങ്ങളൊക്കെ പുത്തം പുതിയ ടയറാണ്. കരിമ്പുത്തൻ ടയർ 4 അതെ. നിങ്ങൾ 10 ആണ് അപ്പൊ? അതെ. എങ്ങനെ കിലോമീറ്റർ അടിക്കണ്ടേ? കിലോമീറ്റർ 34,000 കിലോമീറ്റർ നിലവിൽ ഓടി. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ അതെ. അത് ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3 ആണ് നിലവിലുള്ളത്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? നമ്മള് ചോദിക്കുന്നത് 1.90 ആണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഡിക്കി ഓപ്പൺ ഉള്ള വണ്ടി അല്ലേ? അതെ. ലോൺ കയറുമോ? ലോൺ നമുക്ക് ഏകദേശം ഒരു 1,25,000 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. അതെ അതെ. ഓക്കെ. മാക്സിമം ലോണാണ്. പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അതേപോലെ നല്ല അടിപൊളി ഇയോണാണല്ലോ. ഇയോൺ 2013 ഡിലൈറ്റ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഡിലൈറ്റ് പ്ലസ് ആണല്ലേ? അതെ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 3ാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സോറി, ഇതിന്റെ മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. മാറിക്കണോ? വേറെ മേജർ ഒന്നുമില്ലല്ലോ? മേജർ ഒന്നുമില്ല. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.5 ലക്ഷം റുപ്യക്ക് ഫയലിൽ വണ്ടി കൊടുക്കാം. ആ 1.5 വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 1.5 ലക്ഷം റുപ്യക്ക് ഇയോൺ കൊടുക്കാം. 1.5 ലക്ഷം ലോണും കയറും. ഫുൾ ലോൺ വണ്ടി അല്ലേ? അതെ അതെ. ഇത് പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ആകുമ്പോൾ എന്തായാലും ഒരു 17-18 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഫുൾ പക്കാ ക്ലിയർ വണ്ടി അല്ലേ? അതെ. അടുത്ത വണ്ടി എല്ലാം അടിപൊളി i20 ആണല്ലോ. i20 2015 ഫുൾ ഓപ്ഷൻ വണ്ടി. ഓപ്ഷൻ വരുന്നത്. ഓക്കെ. നിലവില് 80,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. അതെ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ വണ്ടി ഉള്ളത്. റീപ്ലേസുകളൊന്നും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്യൂവൽ വരുന്നത്. പെട്രോൾ ഫ്യൂൽ വരുന്നത്. സീറ്ററൊക്കെ എല്ലാം അടിപൊളിയൊക്കെ ചെയ്തോട്ടില്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? നമ്മള് 490 ആണ് ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറും? ഇത് നമുക്കൊരു 20,000 റുപ്യ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. വെറും 20,000 റുപ്യ i20 കൊണ്ടുപോകാം. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. അടുത്ത വണ്ടി നല്ല അടിപൊളി വാഗണർ ആണല്ലോ. ചെറിയ വണ്ടി 2010 മോഡല് സെക്കൻഡ് ഓണർ വണ്ടി. 10 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. അതെ അതെ. ഇത് ഓപ്ഷൻ ഓപ്ഷൻ VXI ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടികളാണ് ചോദിക്കുന്നത്? ഇത് നമ്മള് ഫൈനൽ നമുക്ക് 2 ലക്ഷം റുപ്യ കൊടുക്കാം. 2 ലക്ഷം റുപ്യ ഫൈനൽ കൊടുക്കാം. ഫുള്ള് പക്ക ക്ലിയർ ഉണ്ട്. ക്ലീൻ പീസ് വണ്ടി. ക്ലീൻ പീസ് കറക്റ്റ് സ്റ്റെറിലാണ്. അതെ. ഓ, ഇതിപ്പോ ലോൺ എത്ര കയറുന്നാല്? ലോണ് നമുക്ക് പകുതി പൈസ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 1 ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം. അതെ. 1 ലക്ഷം നമുക്ക് വാഗണർ അടക്കാത്ത പെട്രോൾ വണ്ടി എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും ഒരു 16-17 ആ റേഞ്ചിൽ എന്തായാലും പെട്രോളിന് മൈലേജും കിട്ടും. നേരിട്ട് പറഞ്ഞു ചെയ്യാം. അടുത്തോണ്ട് ഈക്കോ ആണല്ലോ. ഈക്കോ എന്റെ മോഡൽ ഉണ്ട്. ഈക്കോ 2011 മോഡല് 12 രജിസ്ട്രേഷൻ വണ്ടി. 12 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി നിലവിലുണ്ട് അല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? അതെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണെന്നാല്? നമ്മള് ചോദിക്കുന്ന റേറ്റ് 2 ലക്ഷം റുപ്യാണ്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. 2 ലക്ഷം വെച്ചാൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കും. തീർച്ചയായിട്ടും. ലോൺ കാര്യങ്ങളൊക്കെ എത്ര കയറും? ലോൺ ഏകദേശം ഒരു 1.5 വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 50,000 മുടക്കിൽ നമുക്ക് ഈ കുറക്കാം. അതെ അതെ. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും. പെട്രോൾ ആകുമ്പോ എന്തായാലും ഒരു 15
എന്തായാലും മൈലേജ് AC ഉള്ള വരുന്നുണ്ട്. AC ഉള്ള വണ്ടിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.